റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയിലേക്ക് എത്തിയത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ്. പക്ഷേ സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല. കാര്യങ്ങൾ തുറന്നു പറയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ച് ഡേവിഡ് കാറ്റല. സ്പാനിഷ് മാധ്യമം AS-നോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഒരു ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് ഡേവിഡ് കാറ്റല കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ഇന്ത്യയിലേക്ക് പോയത് കൃത്യമായിട്ടുള്ള ചില പ്രതീക്ഷകളോടെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വലിയ ക്ലബ്ബാണ്, അമേസിങ് ഫാൻ ബേസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്റ്റ് വളരെ പ്രോമിസിംഗ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മാസങ്ങളായിട്ട് അനിശ്ചിതത്വത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവിതം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല, എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ സംശയങ്ങളാണ്. തീർച്ചയായിട്ടും കോൺട്രാക്ട്സ് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളോട് കോൺട്രാക്ച്വലി ഒന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല, പക്ഷേ എല്ലാം ഫ്രോസനാണ്, എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് പറയുന്നത് ജനുവരി മുതൽ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഒരു ഷോർട്ട് പ്രീ സീസൺ വെച്ച് കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്. എന്നിട്ടൊരു കംപ്രസ്ഡ് ലീഗ് മെയ് മാസം വരെ കളിക്കാമെന്ന്. പക്ഷേ വ്യത്യസ്തമായ ന്യൂസുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും അറിയില്ല എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് പോലും ആർക്കും അറിയാത്ത സ്ഥിതിയാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഡേവിഡ് കാറ്റല തുറന്നു പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഇതുവരെ ലീഗ് നടക്കുന്നതിനെക്കുറിച്ച് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല മീറ്റിങ്ങുകൾ, പല കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ISL അൺലൈക്ലി ടു സ്റ്റാർട്ട് അൺടിൽ ഫെബ്രുവരി എന്നാണ്. ഫെബ്രുവരി മാസം വരെ ISL നടക്കാനൊരു സാധ്യതയുമില്ല എന്ന റിപ്പോർട്ട് കൂടി വരുമ്പോൾ കാര്യങ്ങൾ ആകെ അവതാളത്തിലാണ്. പിന്നെ എപ്പോഴാണ് ഇനി ലീഗ് ആരംഭിക്കുക എന്ന ചോദ്യം ഇവിടെ വരികയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.